ഒഫീഷ്യലി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. പിന്നെ കുറെ മനുഷ്യന്മാരെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? ഏത് തരം ആൾക്കാരെയൊക്കെ പഠിച്ചു ഇതിനടക്കം? പലതരമാണ്. ഏറ്റവും നല്ലതെന്ന് തോന്നൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യരെ കാണാൻ കിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ കൂടെ ഉള്ളവരെ നമുക്ക് മാറ്റി നിർത്താം, അവരെപ്പോഴും നമ്മൾ മാർക്ക് കൊടുത്ത് ചിലപ്പോൾ കൂടെ നിർത്തും, അല്ലെങ്കിൽ കൂടുതൽ ലെവലിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഇതുവരെ പുറത്ത് കാണിക്കാത്ത വ്യക്തിയൊക്കെ കാണിച്ചെന്നിരിക്കും. ഞാൻ അങ്ങനെ ചോദിക്കില്ല, ചില മനുഷ്യരല്ലേ അവരെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയും മനുഷ്യരോ എന്ന് നമ്മൾ അത്ഭുതപ്പെടാറില്ലേ? ഇപ്പോൾ കൃഷ്ണകുമാറിനെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ വിചാരിക്കും ഇങ്ങനെയും മനുഷ്യന് അവനെങ്ങനെ സാധിക്കുന്നു എന്ന് പലരും ആശ്ചര്യത്തോടെ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒബ്സർവ് ചെയ്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ, ഒരു വ്യക്തിത്വം ഉണ്ടോ, ഒരുപാട് ഇതെന്താണ് എന്നൊരു അത്ഭുതം എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുള്ളത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് പ്രജിത്തേട്ടമാണ്. ബാക്കി അത്ഭുതപ്പെടുത്തിയ ആളുകളൊക്കെ പിന്നെ അത് ചില പുറം മൂല്യങ്ങൾ മാത്രമാണെന്ന് ബോധ്യമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു സാധനം ഇപ്പം ഇല്ല, അനുഭവങ്ങളാണല്ലോ നമ്മളെ ഓരോന്നും പഠിപ്പിക്കുന്നത്. മൈൻഡ് ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാൻ ആണല്ലോ. അപ്പോൾ ഈ എന്താണ് മൈൻഡ് എന്നുള്ളത് കൊണ്ട് ആദ്യം ആ ഒരു തോട്ട് ആരുടെ മനസ്സിലേക്ക് വന്നത്, അതെന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് പറയാം. മൈൻഡിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നുള്ളത് 2016 തൊട്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതിലേക്ക് വന്ന കുറച്ച് പേർ, ഇപ്പോൾ പ്രജിത്തേട്ടനാണ് അങ്ങനൊരു ആശയമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് എന്തുകൊണ്ടൊരു സംഘടന, അതിനകത്ത് പലരും പങ്കുവച്ച ചില വൈഷമ്യങ്ങൾ കണ്ടിട്ട് ഉണ്ടായ ഒരു തോട്ടാണ്. പിന്നെ അതിന് കൃഷ്ണേട്ടൻ ഉണ്ടായി, ആദ്യത്തെ ചെയർമാൻ, ആദ്യത്തെ സെക്രട്ടറി അല്ലെങ്കിൽ കൺവീനർ എന്നൊക്കെ പറയുന്ന മരിച്ചുപോയ മഹേഷേട്ടൻ ഉണ്ടായി, അസുചിച്ചയുണ്ടായി, പിന്നെ ചെയർമാൻ സഹീർ മാഷ് ഉണ്ടായി. അവരൊക്കെ ചേർന്നിട്ടാണ് 4 ലക്ഷ്യങ്ങളുമായിട്ട് 2017 മെയ് 1 തൃശ്ശൂർ വെച്ചിട്ട് സംഘടന രൂപീകരിക്കുന്നത്. അവയർനെസ്, രോഗത്തെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം, രോഗം ബാധിച്ചവരുടെ വിദ്യാഭ്യാസം, തൊഴിൽ, റീഹാബിലിറ്റേഷൻ, ഇപ്പോൾ നമ്മൾ 5ാമത്തെ ലക്ഷ്യം റിസർച്ച്, അതും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 5 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 17 പ്രോജക്റ്റുകൾ, കമ്പാഷനിറ്റി യൂത്തിനെ ഡെവലപ്പ് ചെയ്യുന്ന കൂട്ടെന്ന് പറയുന്ന വോളണ്ടിയറിംഗ് ഉൾപ്പെടെ ഒരു 17 പ്രോജക്റ്റുകൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് വുമൺ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് MD SMI വരച്ച സ്ത്രീകളുടെ മാനസിക, ബൗദ്ധിക, ശാരീരിക ഔന്നത്യത്തിന് വേണ്ടിയിട്ട് അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ട്. മൊബിലിറ്റി ഡിവൈസുകൾ കൊടുക്കുന്ന സഹയാത്ര എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ട്. 187 ഇലക്ട്രിക് വീൽചെയറുകൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു പ്രോജക്റ്റ് വഴി കൊടുത്തു. 187 ഇലക്ട്രിക് വീൽചെയർ എന്ന് പറയുമ്പോൾ 187 പേർക്ക് പുതിയ ജീവിതം കൊടുത്തു എന്നാണ് അർത്ഥം. അങ്ങനെ വളരെ ഭംഗിയായിട്ട് പോകുന്ന 17 പ്രോജക്റ്റുകൾ പോകുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട്, കേരളത്തിൽ ആദ്യമായിട്ടൊരു വീൽചെയർ ആക്സസിബിൾ ക്യാബ് വാവ് എന്ന പേരിൽ നമ്മൾ ഇറക്കി. അങ്ങനെ പോകുന്നു, ഭംഗിയായിട്ട് പോകുന്നു. ഇതെന്താണ് ഏറ്റവും വലിയൊരു ആഗ്രഹം? ഒരിടം, അതാണ് സ്വപ്നം. അതും വൈകാതെ യാഥാർത്ഥ്യം. അതിനുള്ള എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും നേരെയാണ് തീർച്ചയായിട്ടും.